അറിയോ? എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഒരു ചോദ്യം, സംശയം ഉണ്ടായിട്ടുള്ളത്, കഴിഞ്ഞ 24 ഘടകങ്ങൾ, 24 തത്വങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തെ, അതുപോലെ തന്നെ 7 വികാരങ്ങൾ. അപ്പോൾ ഈ 24 തത്വങ്ങളിൽ, അതായത് 5 മഹാഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന ബോധം, അതുപോലെ ബുദ്ധി, അവ്യക്തം മൂലപ്രകൃതി, അതുപോലെ ദശ ഇന്ദ്രിയാണി, കർമ്മേന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, അതുപോലെ വാക്, പാണി, പാദ, പായു, ഉപസ്ഥം, പിന്നെയോ മനസ്സ്, പിന്നെ ഇന്ദ്രിയ ഗോചരം എന്ന് പറഞ്ഞാൽ ശബ്ദാദി വിഷയങ്ങൾ. ഇവിടെയുള്ള ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഇന്ദ്രിയ ഗോചരങ്ങൾ എന്ന് പറയുന്ന ശബ്ദാദി വിഷയങ്ങൾ അത് ബാഹ്യമല്ലേ? നമ്മുടെ ശരീരവുമായി അതിന് ബന്ധമുണ്ടോ? ബാഹ്യലോകമല്ലേ എന്നുള്ളതാണ്. ഈ സംശയം വളരെ നല്ലതാണ്, ചോദ്യം. ഇത് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ അത് വളരെ സൂക്ഷ്മമായിട്ട് ചിന്ത ചെയ്യുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത്. നല്ലതാണ് അങ്ങനെ സംശയം ചോദിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ മനസ്സ് എന്ന് പറയുന്നത് ശരീരത്തിന് നമ്മുടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ശരീരത്തിൽ എവിടെയെങ്കിലും ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ ഡയഗ്നോസ് ചെയ്ത് കൃത്യമായിട്ട് പറയാൻ. അപ്പോൾ ഇവിടെ ഈ ഇന്ദ്രിയ ഗോചരങ്ങൾ എന്ന് പറയുന്നത് ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെയാണ്. അപ്പോൾ കണ്ണിന് കാണുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ. ഇതിൽ 3 കാര്യങ്ങളാണ് വേദാന്തം അതിൽ പറയുക: ദൃക്ക്, ദൃശ്യം, വിവേകം. ദൃക്ക് എന്താണ്? ദൃക്കാണ് ഇവിടെ ഗോചരങ്ങളായിട്ട്. ദൃക്ക് മാത്രമല്ല, അതായത് ഒരു വസ്തുവിനെ കാണുന്നു, അവിടെ ഒരു വസ്തുവുണ്ട്, ആ വസ്തുവിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത്. ദൃശ്യങ്ങൾ പലതായിട്ടുണ്ട്, അതൊക്കെ ഒബ്ജക്ട്സാണ്, പല വിധത്തിലുള്ളത്. പക്ഷെ കാണുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. കാണൽ എന്ന് പറയുന്ന ഒന്ന്, അതാണ് ദൃക്ക്, ദൃശ്യം, വിവേകം. ഞാനതിനെ കാണുന്നു. ഇതിനെയാണ് ത്രിപുടി എന്ന് പറയുക. ഇത് 3ഉം അസ്തമിക്കണം എന്നാണ് പറയുക. ഈ നമുക്ക് വഴിയെ ഈ പല പ്രകരണ ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത്, ഇത്തരം സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭഗവത്ഗീത നേരിട്ട് പഠിപ്പിക്കില്ല. ആദ്യം ആശ്രമത്തിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് പ്രകരണ ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ടതൊക്കെ പഠിപ്പിച്ചിട്ടാണ്. അപ്പോഴേ നമുക്കിതിൻ്റെ ഇതൊക്കെ ഈ ഗോചരം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നത് അപ്പോഴാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ അങ്ങനെയൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം തന്നെയാണ്, പക്ഷേ ഒരാശ്രമത്തിൻ്റെ വിധത്തിലുള്ള ഒരു പഠനമല്ല. കാരണം അതിന് കുറേ പരിമിതികളുണ്ട്. പരിമിതിയൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ പഠിപ്പിക്കാം. പക്ഷേ അതൊക്കെ ഇതുവരെ നമ്മളങ്ങനെ ഒരു പരിശ്രമം നടത്തിയിട്ടില്ല. കാരണം കണ്ണുകളെ നോക്കിക്കൊണ്ട് നമ്മുടെ ആളുകളെ നേരിട്ട് ഗുരു ശിഷ്യർ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്, അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അത് കാണുന്നതിലൂടെ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. നമ്മളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് അത് പൂർണ്ണമായി മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണുകളിൽ അതിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാവും. അതല്ല, അവർക്ക് സംശയം ഉണ്ടാവുന്നുണ്ട്, അത് ബോധ്യപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അവിടെ നിർത്തും. വീണ്ടും അവ്യക്തതയുണ്ടോ എന്നുള്ളത് നമുക്ക് 2 കൂട്ടർക്കും അതിനെ വ്യക്തമാക്കി മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ആ ശാന്തി മന്ത്രത്തിൻ്റെ തന്നെ താല്പര്യം. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ശാന്തി മന്ത്രത്തിൻ്റെ താല്പര്യം അതാണ്. ഒരുമിച്ച് നമ്മൾ അധ്യയനം ചെയ്യുന്നത് ഒരുമിച്ചാണ്, എല്ലാം ഒരുമിച്ചാണ്. നൗ അധീതം തേജസ്വി അസ്തു, നമ്മൾ അധ്യയനം ചെയ്യുന്നത് തേജസ്സുറ്റതായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയൊക്കെ അവിടെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനാന്വിതമായിട്ടുള്ള ആരംഭത്തോടു കൂടി അങ്ങനെ ധ്യാനാവസ്ഥിത മനസ്സിൽ ഇതിനെ ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് ആശ്രമങ്ങളിൽ സംഭവിക്കുന്ന ഒന്നാണ്. ഗുരുമുഖത്ത് നിന്ന്
നേരിട്ട് കേൾക്കുമ്പോഴുള്ള ഒന്നാണ്. അത് ഈ സോഷ്യൽ മീഡിയ അതിലേക്ക് അറിയില്ല, നമുക്ക് പൂർണ്ണമായിട്ട് നിഷേധിക്കാനൊന്നും നമ്മൾ ആളല്ല. എങ്കിലും അതിന് ചില പരിമിതികളുണ്ട്. നമ്മളും നിങ്ങളിങ്ങനെ എന്താ പറയുക, വിഷ്വലൈസ് ചെയ്യുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഓരോരോ സ്ഥലത്തിരുന്ന് അടുക്കളയിലിരുന്ന് കാണുകയും കേൾക്കുകയും, ചിലർ കാണുന്നില്ല, കേൾക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ചിലർ കാണുന്നു, ചിലർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കേൾക്കുന്നു, പല പല വിധത്തിൽ. ചിലർ കാണുന്നു, ചിലർ ടി വിയിൽ കാണുന്നു, ചിലർ ഫോണിൽ കാണുന്നു, ഇയർഫോണിൽ മാത്രം കേൾക്കുന്നു. പക്ഷെ ആശ്രമത്തിൽ അങ്ങനെയല്ലല്ലോ. ഗുരുകുലത്തിൽ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ സ്ക്രിപ്റ്റേഴ്സിനെ പഠിക്കുന്ന രീതി അങ്ങനെ ആയിരുന്നില്ലല്ലോ. ശരി, ഇവിടുത്തെ ചോദ്യം ഇത് ബാഹ്യമോ ആന്തരികമോ എന്നുള്ളതാണ്. ഈ ബാഹ്യമോ ആന്തരികമോ എന്നുള്ളതിന് ഒറ്റയടിക്ക് ബാഹ്യമെന്നും ആന്തരികമെന്നും പറയുന്നതിനേക്കാൾ നന്നാവുക അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ ഇന്ദ്രിയ ഗോചരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതുകൊണ്ടാണ് ഇന്ദ്രിയ ഗോചരങ്ങൾ അർത്ഥങ്ങൾ എന്ന് പറയും. അതിന് സഞ്ചരിക്കാനുള്ള അതിൻ്റെ മാർഗമാണ്. നമ്മൾ ആത്മാനം രഥിനം വിദ്ധി പഠിച്ച സമയത്ത് ആത്മാനം രഥിനം വിദ്ധി ശരീരം രഥമേവതു ബുദ്ധിം സു സാരഥിം വിദ്ധി മനഃപ്രഗ്രഹമേവച്ച ഇന്ദ്രിയാണി ഹയാനാഹു വിഷയാൻ തേഷു ഗോചരാൻ. വിഷയങ്ങളാണ് അവിടെ എന്ത്? ഗോചരങ്ങൾ. വിഷയം എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. ഇത് വാസ്തവത്തിൽ ഇത് ബാഹ്യമാണോ എന്ന് 100% നമുക്ക് പറയാൻ പറ്റുമോ? അല്ല, ആന്തരികവുമാണ്. അപ്പോൾ അതായത് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് കേവലം വേറിട്ട് നിൽക്കുന്ന ഒന്നല്ല. ഇതിന് അഭേദ്യമായ ബന്ധം ഈ സമഷ്ടിയുമായിട്ടുണ്ട്. അപ്പോൾ പ്രാണനിലൂടെ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുകയല്ലേ, കണക്ട് ചെയ്തിരിക്കുകയല്ലേ. ഇങ്ങനെ എല്ലാമായിട്ട് നമ്മൾ കണക്റ്റഡാണ്. അപ്പോൾ ഇത് തന്നെ ഈ പറഞ്ഞ ഗോചരങ്ങൾ കാണുക, കേൾക്കുക, സ്പർശിക്കുക, ഘ്രാണിക്കുക, ഇതെല്ലാ പ്രക്രിയയും അങ്ങനെയാണ് നമ്മൾ ഈ പ്രപഞ്ചവുമായി സംവദിക്കുന്നത്. അങ്ങനെയാണ് അതൊരുപോലെ എന്താണ്, അത് കണക്റ്റഡാണ്. അതാണ് അതിൻ്റെ നല്ലൊരു വാക്ക് തോന്നുന്നുണ്ട്. അതാണ് യോഗം. അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്. അതിന് വേറിട്ടൊരു അവസ്ഥയില്ല. അപ്പം അതിനെ ഭഗവാൻ ഇവിടെ ശരീരമായിട്ട്, നമ്മുടെ ശരീരത്തെ 24 തത്വങ്ങളായിട്ട് ഗണിക്കുന്ന സമയത്ത് അതും പരിഗണിക്കുന്നു. അതാണ് അതിൻ്റെ സൗന്ദര്യം. അതാണ് നമ്മളതിന് ആ സമയത്ത് തന്നെ അത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ പഠിച്ച ക്ലാസ്സിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ള ശരീരത്തെ മുറിച്ച് കീറി മുറിക്കുന്ന, അല്ലെങ്കിൽ സ്കെൽട്ടൺ അത് പറയുന്ന, നമ്മുടെ ഇന്നത് ഇത്രയൊക്കെ എന്ന് പറയുന്ന വിധത്തിലുള്ളതല്ല. അത് വേറെ പറയുന്നുണ്ട്. അതെന്താണ്? ത്വങ് മാംസരുതിരസ്നായു മേധോ മജ്ജാസ്തി സങ്കുലം മൂത്രം പൂർണ്ണ പുരീഷാഭ്യാം സ്ഥൂലം നിന്ദ്യമിതം വഭൂ. 7 സപ്തധാതുക്കളാണ്. ത്വക്ക്, മാംസം തന്നെ, ത്വങ് മാംസം, രുതിരം രക്തം, ത്വങ് മാംസ രുതിര സ്നായു ഞരമ്പ്, ത്വങ് മാംസ രുതിര സ്നായു മേധസ് കൊഴുപ്പ്, മജ്ജ എന്ന് പറഞ്ഞാൽ ബോൺമാരോ, എല്ല്, അസ്ഥി, എല്ല്, പിന്നെ മലവും മൂത്രവും. ഇങ്ങനെ 7 ധാതുക്കളും അതിൻ്റെ ഉൽപ്പന്നമായിട്ടുള്ള മലമൂത്രവും. ഇതാണ് ഈ ശരീരം എന്ന് പറയും. അത് ഒരിടത്ത് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന 24 തത്വങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് പറയുന്നുണ്ടോ? ഇല്ല. പഞ്ചമഹാഭൂതാനി ഉണ്ട്. ഈ പറഞ്ഞ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമിയുണ്ട്. അത് ഈ തത്വബോധം നമ്മൾ പഠിച്ചാൽ, തത്വബോധം വളരെ പഠിക്കേണ്ടുന്ന ഒന്നാണ്. തത്വബോധത്തിൽ എങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ, ഈ പഞ്ചമഹാഭൂതങ്ങൾക്ക് ഇനി ഡീറ്റെയിലായിട്ട് ഇത് പഠിക്കാനുണ്ട്, ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ ഈ പഞ്ചമഹാഭൂതങ്ങൾക്ക് 3 ഭാവങ്ങളുണ്ട്. ആ 3 ഭാവങ്ങളാണ് സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ളത്. ഈ ആകാശത്തിന് സാത്വികാംശമുണ്ട്,
രാജസാംശമുണ്ട്, താമസാംശമുണ്ട്. ഇങ്ങനെ 5 ഭൂതങ്ങൾക്കുമുണ്ട്. അങ്ങനെ ഈ 5 മഹാഭൂതങ്ങളിലെ സാത്വികമായ അംശം കൊണ്ടും രാജസികമായ അംശം കൊണ്ടും താമസികമായ അംശം കൊണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാനം തന്നെ ഈ പഞ്ചമഹാഭൂതങ്ങളാണ്. ഈ പഞ്ചമഹാഭൂതങ്ങളുടെ സാത്വിക, രാജസിക, താമസിക എന്തൊരു ഗംഭീര പഠനമാണെന്നറിയോ അത്? ഒന്നാലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ എലമെൻസിനെ തന്നെ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. സാത്വികമെന്നും രാജസികമെന്നും താമസികമെന്നും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രാജസികം, താമസികം, സാത്വികം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ ഒരു ചിന്തയാണ്. സാത്വികം എന്ന് പറഞ്ഞാൽ നല്ല സാത്വികനായിട്ടുള്ള ഒരാൾ, രാജസികം എന്ന് പറഞ്ഞാൽ മൂപ്പര് കുറച്ചിങ്ങനെ എന്താ പറയുക വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാൾ, താമസികം എന്ന് പറഞ്ഞാൽ സദാ കിടന്നുറങ്ങുന്ന ഒരുത്താൻ. അങ്ങനെയല്ല, അതിനൊന്നും മനസ്സിലാക്കണം. ഇതാണ് പ്രകൃതി എന്ന് പറയുന്നത്. എന്താ സംസ്കൃതത്തിൽ വേദാന്തത്തിൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഇതാണ്. സാത്വിക, രാജസിക, താമസികത്തിനെയാണ് പ്രകൃതി എന്ന് പറയുക. പ്രകർഷേണ കൃതം, നന്നായി ചെയ്യപ്പെട്ടത്. പ്രപഞ്ചം പ്രകർഷേണ പഞ്ചീകൃതം എന്നാണ് 5 മഹാഭൂതങ്ങളുടെ ചേരുവ. അതെങ്ങനെ ചേർന്നിരിക്കുന്നു, അതിനാണ് പഞ്ചീകരണം. അപ്പോൾ വീണ്ടും പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഗീത എന്ന് പറഞ്ഞാൽ നേരെ തന്നെ കൊണ്ട് എടുത്തു വെച്ച് പഠിക്കാനുള്ള ഒന്നല്ല ശരിക്കും പറഞ്ഞാൽ. ഇത് വെറുതെ ഒരാൾ വേറുള്ളവരെ തല്ലാൻ നോക്കുമ്പോൾ അയാൾക്കുണ്ടായ സംശയം, അപ്പോൾ ഇന്നാൾ പറഞ്ഞു തല്ലടാ അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതും അല്ല. ഇതെന്താണ്, ഇതിൽ ഈ പറഞ്ഞ എല്ലാം വരുന്നുണ്ട്. മനഃശാസ്ത്രമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശരീരശാസ്ത്രമുണ്ട്, സകലതും ഭൂമിശാസ്ത്രവും എല്ലാം ഉണ്ട്. അപ്പോൾ ഏതായാലും ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിന് നമ്മൾ എന്ന് പറയുന്ന നമ്മളിങ്ങനെ ഈ പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കെ തന്നെ നമ്മൾ വേറിട്ട ഒരു അസ്തിത്വമല്ല. നമ്മളങ്ങനെ കരുതിയാലും നമ്മൾ ഈ പ്രപഞ്ച ശരീരവുമായിട്ട് സദാ അഭേദ്യമായ ബന്ധമുണ്ട്. ഇത് സമഷ്ടിയുടെ എടുത്തു കഴിഞ്ഞാലും വ്യഷ്ടിയിലെടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയാണ്. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് ഭഗവാൻ നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീതയിലെ തുടർന്നുള്ള ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ്. ഇവിടെ ഈ ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ അഹിംസയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മഹാത്മജിയെക്കുറിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ഈ എന്തുകൊണ്ടാണ് മഹാത്മജി നമുക്ക് ഇതിൽ ഗീതയിലൂടെ മഹാത്മജിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയാം. ഒന്ന്, മഹാത്മജി ഭഗവത്ഗീതയെ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഏതു നേരം ഭഗവത്ഗീതയാണ് മൂപ്പരുടെ വഴികാട്ടി. പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹം പലയാവർത്തി എപ്പോഴും പറയാറുള്ളത്. എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ എൻ്റെ മനസ്സിനെ അലട്ടുമ്പോൾ, അതുപോലെ തന്നെ എൻ്റെ രാഷ്ട്രത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന വ്യാകുലതകൾ, ഇതിനെല്ലാം കൃത്യമായ സമാധാനം, ശാന്തി അല്ലെങ്കിൽ ഒരു ഉത്തരം തന്നത് ഗീതയാണ്. ഞാനതിൽ ആഴ്ന്ന് അതിൽ മുങ്ങുമ്പോൾ അതിന്ന് എനിക്ക് ഒരിക്കൽ പോലും എന്നെ ഗീത നിരാശപ്പെടുത്തിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഭഗവത്ഗീതയിൽ അടിയുറച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിയ ഒരാളാണ്. അപ്പോൾ നമുക്ക് ഈ 20 ലക്ഷണങ്ങൾ പറയുമ്പം ഗാന്ധിജിയുടെ ഓരോരോ ജീവിതത്തിലെ ഓരോരോ ഇൻസിഡൻറ്റുകളെ നമുക്ക് പറയാൻ പറ്റും. നമ്മളതങ്ങനെ ആലോചിക്കുന്നുണ്ട് കുറേ കാര്യം. കാരണം ഇപ്പോൾ അത് നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിങ്ങനെ വല്ലാതെ ഇവിടെ ബ്ലോക്കാവും. ഭഗവത്ഗീതയും ഗാന്ധിയും എന്നുള്ള ഒരു ഇതിൽ നമ്മൾക്ക് പുതിയ ആലോചന വന്നിട്ടുള്ള ഒന്നാണ്. അതേതുപോലെയാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ തോന്നിയതാണ്. അത് ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇന്ത്യയെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു ബ്രിട്ടീഷ് സിനിമാ സംവിധായകൻ, ഇന്ത്യക്കാരാണ് എല്ലാവരും അഭിനയിച്ചത്, കുറച്ച് വിദേശികളുണ്ട് അവിടെയൊക്കെ. ബ്രിട്ടീഷ് സംവിധായകൻ നിർമ്മിച്ച സിനിമ ഓസ്കാർ അവാർഡുകൾ ഒരുപാട്, നമ്മുടെ AR റഹ്മാന് അവാർഡ് കിട്ടിയിട്ടുള്ള, ജയഹോ പാട്ടൊക്കെ ഉണ്ടായിട്ടുള്ള
സ്ലം ഡോഗ് മില്യനെയർ. ഈ സ്ലം ഡോഗ് മില്യനെയറിൽ എന്താ അതിൻ്റെ ഒരു ഇത്? പഴയ സിനിമയാണ്. പഴയതെന്ന് പറഞ്ഞാൽ ഒരുപാട് പുരാതനമൊന്നുമല്ല. നമ്മൾ കാണേണ്ട, എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ്. കുറേ അതിശയോക്തിയൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്താ, അങ്ങനെ വലിയ അതിശയോക്തിയൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ. സിനിമ അങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചാൽ സംഭവിക്കും. ഇതിലെ കുറേ കാര്യങ്ങൾ എന്താ, എല്ലാം അങ്ങനെയാണ്. അതാണ് ഇന്ത്യ. ബോംബെയിലെ സ്ലം ആയിട്ടുള്ള ഒരു ഏരിയ, ഇന്നും ബോംബെയിലെ സ്ലമ്മിനും ഡൽഹിയിലെ സ്ലമ്മിനും ഒന്നും ഒരു ബോംബെ ഡൽഹി മാത്രമല്ല, പലയിടത്തും നമുക്ക് കേരളത്തിലേ ഉള്ളൂ അങ്ങനെയുള്ള സ്ലമ്മൊന്നും ഇല്ലാത്തത്. കുറച്ച് സ്ഥലങ്ങളിൽ, ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ അതിഭയാനകമാണ് കാഴ്ച. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ബോംബെ ഇത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് കാണാം. അന്തേരി, ചെമ്പൂര്, ചോപ്പടകൾ, ചോപ്പട, ചാല്, പിന്നെ സ്ലമ്മ്, ഒരു രക്ഷയില്ലാത്ത. അപ്പോൾ ആ സ്ലമ്മിലെ ഒരു ജീവിതമാണ് കാണിക്കുന്നത്. അതിൽ ജമാൽ എന്ന് പറഞ്ഞ ഒരു കുട്ടി പയ്യൻ, അവനാ സാഹചര്യങ്ങളോട് പൊരുതുന്നതാണ്. നമുക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഈ സിനിമ കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വേറെ, എന്ത് നല്ല സിനിമയ്ക്കും വിമർശനം ഉണ്ടാവുമല്ലോ. അതെന്താണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൻ ബനേഗ കരോർപതി പരിപാടി. ഈ സ്ലമ്മിൽ നിന്ന് വന്ന പയ്യൻ ജമാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. അവനെ ഈ ലാസ്റ്റ് എന്തോ 15-ാമത്തെയോ 13-ഓ 14-ാമത്തെ എത്ര ചോദ്യത്തിലാണ് അവൻ മില്യനർ ആവുക. അപ്പോൾ അതിനു മുമ്പ് ആ ഷോ ലാസ്റ്റ് ക്വസ്റ്റ്യന് മുന്നിൽ ഈ അവിടുത്തെ ഇവന്മാർ തന്നെ തട്ടിക്കൂട്ടിട്ട് അവർ ജയിക്കരുത് എന്നൊക്കെ ഉള്ള എന്തോ ഇതായിരിക്കാം. ഇവനെ എന്താ, നാളേക്ക് ഷോ വയ്ക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ആ ഷോ കഴിഞ്ഞിട്ട് ആ സൈറൻ അടിക്കുമ്പോൾ ഇവൻ ഷോ കഴിഞ്ഞു, ഇനി നാളെ എന്നുള്ള ഇതിൽ വയ്ക്കുക. അങ്ങനെ ഇവനെ പോലീസ് കൊണ്ടുപോകുന്നതാണ്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. പോലീസ് ഇവനെ മർദ്ദിച്ച് ഒരു പരുവത്തിലാക്കി ഇവനെക്കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നതാണ്. പറയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചോദ്യത്തിന് ഇവന് ഉത്തരം നൽകിയത് എവിടെ നിന്നാണെന്നാണ്. ഇവനങ്ങനെ വിദ്യാഭ്യാസമൊന്നുമുള്ളവനല്ല. അപ്പോൾ അവൻ്റെ അനുഭവങ്ങൾ അതിമനോഹരമാണ് കേട്ടോ. ഓരോ ചോദ്യവും, അതാ പറഞ്ഞാൽ സിനിമ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്തിട്ടുള്ള, ഇന്ത്യൻ ഫിലോസഫിയെ റിസർച്ച് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയുടെ എല്ലാറ്റിനെയും റിസർച്ച് ചെയ്തിട്ട് അതിൽ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒന്നുണ്ട്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള. അവൻ ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, കാണേണ്ട ഒരു സിനിമയാണ്. ഇംഗ്ലീഷിലാണ് ആ സിനിമ, ഇന്ത്യൻ ഭാഷയിലും ആ സിനിമ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇവരെയൊക്കെ കൂടെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു ഈ എന്താ പറയുക, ഇന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ശബരിമലയിലൊക്കെ ധർമ്മക്കാരെ, ഈ ഭിക്ഷയെടുക്കുന്നവരെ മുഴുവൻ ഇന്നും ഇന്ത്യയിലെ എല്ലാ ഭിക്ഷയെടുക്കുന്നവരൊക്കെ തൊഴിലാളികളാണ്. അവർക്കൊക്കെ വലിയ കോൺട്രാക്റ്റുകാരാണ് ഇവരെ പിടിച്ചു കൊണ്ടുപോയി ഇവരെ ഈ ജോലിക്ക് ഉപയോഗിക്കുന്നത്. അന്നും അതെ, ഇന്നും അതെ. ആന്ധ്രയിലും എല്ലായിടത്തും ഇതിൻ്റെ ഒരു ലോബിയുണ്ട്. അപ്പം അങ്ങനെ ഈ പറഞ്ഞ ഒരു കലാപം നടക്കുന്നിടത്തുനിന്ന് എങ്ങനെയൊക്കെയോ ഈ പിള്ളേർ രക്ഷപ്പെടുകയാണ്, ചെറിയ പിള്ളേർ. അപ്പോൾ ഇവന്മാരെ എല്ലാറ്റിനെയും പിടിച്ചു കൊണ്ടുപോകാനുള്ള വിദ്വാന്മാരുണ്ട്. അങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇവരെ ഗല്ലിയിലിട്ട് ഇവരെ ഈ ദേഹം പൊള്ളിക്കലും ഇങ്ങനത്തെ പല പല പരിപാടികളൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നതാണ്. അതിൽ ഇവൻ്റെ ഈ ജമാലിൻ്റെ കൂട്ടുകാരൻ, ചെറിയ പയ്യന്മാരാണ്. ഈ കൂട്ടുകാരൻ നല്ല പാട്ട് പാടും. ഇവൻ പാടുന്ന പാട്ട് സൂർദാസിൻ്റെ പാട്ടാണ്. സൂർദാസിന് കണ്ണില്ലല്ലോ, ഈ കുട്ടി നല്ല കണ്ണുള്ള. അപ്പോൾ ഇവനെ കണ്ണ് കാണാത്ത ബ്ലൈൻഡ് ആക്കാൻ വേണ്ടി വരും മനഃപൂർവ്വം ഇവനെ ആസിഡൊക്കെ വെച്ച് കണ്ണ് തകരാറിലാക്കും. അത് ഇവൻ
ഇവന് കാണേണ്ടി വരുന്നുണ്ട് ഇത് പണിപാടിയൊക്കെ ചെയ്യുന്നത്. ജമാലും ജമാലിൻ്റെ സുഹൃത്തും ജ്യേഷ്ഠനും അവരെ അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവനെയാണ് പിന്നെ ജമാലിനെയാണ് പിടിച്ച് കണ്ണൂട്ടനാക്കാൻ പരിപാടി ഇടുന്നത്. അപ്പോൾ ഇവന് ഈ സൂർദാസിൻ്റെ ഈ കവിത ഇവനറിയാം. അപ്പോൾ ഇവൻ്റെ ഒരു ചോദ്യത്തിൽ തുളസീദാസാണോ സൂർദാസാണോ ഈ കവിത ആരാണ് എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഇവനാണെങ്കിൽ ഒരു വിദ്യാഭ്യാസവും കാര്യങ്ങളും ഒന്നും സ്കൂളിൽ, വെറും സ്ലമ്മിൽ നിന്നും വന്ന പയ്യൻ ഓരോരോ ചോദ്യങ്ങൾക്ക് റിവോൾവർ ആരാണ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്, കാരണം ഇവനത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവൻ്റെ ഓരോ കഥകളിലേക്ക് ഓരോ ചോദ്യത്തിൽ നിന്ന് പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്ത് ആ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുള്ളത് നമ്മളെ ഈ ഇർഫാൻ ഖാനാണ്, മരിച്ചുപോയ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ മരണം ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമാണ്, അംഗീകരിക്കാൻ പറ്റാത്തൊരു മരണമാണ്. ഇർഫാൻ ഖാനാണ് ഇവനെ ചോദ്യം ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവൻ ഓരോന്നിൻ്റെ ഉത്തരങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. പറഞ്ഞു വന്നത് ഈ പറഞ്ഞ 20 ലക്ഷണങ്ങൾ, ജ്ഞാനത്തിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ഗാന്ധിജിയെ ഇങ്ങനെ കോറിലേറ്റ് ചെയ്യാം. ഓരോരോ ഇൻസിഡൻറ്റിൽ ഗാന്ധിജി എങ്ങനെയാണ് ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. അമാനിത്വം, അദംഭിത്വം, അഹിംസ, ശാന്തി, ആർജവം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മളോട് പേഴ്സണലായിട്ട് ഇന്നലത്തെ ഇത് കേട്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്താ ഗാന്ധിജിയെ ഇങ്ങനെ ഉദാഹരിക്കാൻ കാരണം? ഗാന്ധിജി നമ്മുടെ മുന്നിൽ ഇതിനൊരു തെളിവാണ്. നമ്മളിപ്പോൾ വളരെ പിറകിലേക്ക് പോയിട്ട് ഓരോരുത്തരെ ഉദാഹരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മുടെ മുന്നിൽ ജീവിച്ച്, നമ്മുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ പെരുത്തു കൊല്ലൊന്നും ആയിട്ടില്ലല്ലോ, വിട്ടുപോയ ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെ ഒരു തുറന്ന പുസ്തകമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസാന സമയം പോലും അങ്ങനെയാണ്. ഈ നാന്തൂറാം ഉൾപ്പെടുന്നവർ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത് ജനുവരി 30 സംഭവിക്കുന്നതിനും 2 ആഴ്ച മുമ്പ് ഒരു അറ്റംപ്റ്റ് നടത്തിയതാണ്. അങ്ങനെ ആ അറ്റംപ്റ്റ് നടത്തിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്നോട് സംസാരിക്കൂ, ആർക്കാണോ എന്നിൽ സംശയമോ വിയോജിപ്പോ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, നിങ്ങൾ എന്തിനാണ് ഈ മാർഗം എടുക്കുന്നത്? ജനറൽ കരിയേപ്പയായിട്ട് ഉള്ള സംവാദത്തിലുണ്ട് ഈ അഹിംസയുടെ പ്രാക്ടിക്കലായിട്ടുള്ള അപ്ലിക്കേഷൻ. ഒരു മേജർ സൈനിക മേധാവി എന്നുള്ള നിലയിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ബാപ്പുജി ഞങ്ങളെങ്ങനെയാണ് ഇതിനെ നടപ്പാക്കേണ്ടത്, ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇത് നടപ്പാക്കാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, അത് ഞാൻ പഠിച്ചിട്ട് പറയാം, ആലോചിച്ചിട്ട് പറയാം. മൂപ്പർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലേ, അങ്ങനെ ആർഗ്യൂ ചെയ്യൊന്നുമില്ല. മേജർ, അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ വളരെ നല്ല ബന്ധമായിരുന്നല്ലോ അവർ തമ്മിൽ, കരിയപ്പയും ഗാന്ധിജി. നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറാണല്ലോ കൊടക്. കരിയപ്പയും നെഹ്റുവും വലിയ ബന്ധമുള്ള, നല്ല അടുപ്പമുള്ളവരാണ്. അവിടെ ഒരു വെങ്കല പ്രതിമയുണ്ട്, ആരുടെ? ഈ കരിയപ്പയുടെ. നമുക്ക് അവിടെ പോയാൽ കാണാം. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇതിലെ മൂല്യങ്ങൾ, പറയുന്ന മൂല്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളത്, എല്ലാവർക്കും ഇതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ പ്രകൃതി തരും. പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട്, കുടുംബ ബന്ധങ്ങൾ, ഓഫീസ് കാര്യങ്ങളിലും എല്ലാം. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് ഈ മൂല്യം കൊണ്ട് നമ്മളതിനെ എതിരിടുന്നു, അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് നമ്മളെ സ്വയം ഒരു ഉരകല്ലാണ് ഗീത. ഈ 20 ലക്ഷണങ്ങൾ പറയുന്നത് നമ്മളെ ഉരച്ച് നോക്കാൻ, നമുക്ക് നമ്മളെ മൂർച്ച കൂട്ടാൻ ഉള്ളതാണ്. അമാനിത്വം, മാനി എന്ന ഭാവം ഇല്ലായ്മ. ഇത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളിൽ എപ്പോഴൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊക്കെ വരാൻ പറ്റിയ പരിപാടിയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ. കല്യാണം, മരണം,
ഇതുപോലെ വിശേഷപ്പെട്ട ചടങ്ങുകൾ കുടുംബക്കാരുടെ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പം അവർ നമ്മളെ ക്ഷണിച്ചില്ല, ആദ്യം ഇരുത്തിയില്ല, ആദ്യത്തെ പന്തിയിൽ നമ്മളെ വിളിച്ചിരുത്തിയില്ല. ഭയങ്കര പ്രശ്നം. എന്തൊക്കെയാ കല്യാണത്തിന് പപ്പടം കിട്ടിയില്ല എന്ന് പറഞ്ഞ് തമ്മിത്തല്ല്, കത്തിക്കുത്ത്, എന്തൊക്കെ. ഈ അമാനിത്വത്തിൻ്റെ പ്രായോഗികത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ എന്താ പറയുക, ഗുഹയിലിരിക്കുന്ന സന്യാസിക്ക് വേണ്ടതാണോ? ഗുഹയിലിരിക്കുന്ന സന്യാസിക്ക് എന്തിനാണെന്ന് ഇതൊക്കെ? അതൊക്കെ കടപ്പുറത്ത് ഫാന് ഫിറ്റാക്കുന്നത് പോലത്തെ പരിപാടിയാണ്. അതിൻ്റെ ആവശ്യമില്ല അവിടെ. പ്രോജക്റ്റ് ചിലർ സമരം ചെയ്യുക, എന്ത് കടപ്പുറത്ത് മണൽ വിരിച്ച് കാറ്റ് വയ്ക്കണമെന്ന്, ഞങ്ങൾക്ക് ഇരിക്കാൻ ഫാന് വെക്കണം. അതൊക്കെ നമ്മൾ നടപ്പാക്കാൻ വേണമെങ്കിൽ ആലോചിക്കുകയും ചെയ്യും. അങ്ങനത്തെ വിദ്വാന്മാരാണ്. അപ്പം ഇത് നമ്മുടെ നിത്യജീവിതത്തിലേക്കുള്ളതാണ്. ഈ അമാനിത്വം ഇല്ലായ്മ കാരണം എന്തൊക്കെ എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ കുടുംബത്തിനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം അമാനിത്വം ഉള്ളതുകൊണ്ട് എത്ര നന്നായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇത് തൽക്കാലം കടിച്ചു പിടിച്ച് നിസ്സഹായനായിട്ട് ഒരു മനസ്സിൽ ശപിച്ച് എടാ ഒരു ദിവസം വരും ഞാൻ, അന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നതല്ല. അപ്രതീകാരപൂർവവും ചിന്താവിലാപരഹിതം അങ്ങനെയായിരിക്കണം. ഇത് വേണ്ടതല്ലേ? നമുക്ക് വേണം, 100% വേണം. എന്നോട് ചോദിച്ചില്ല, എന്നോട് പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല, ഞാനൊരാൾ ഇവിടെ ഇല്ലേ, ആണൊരുത്തൻ. ഭാര്യ പറയും, ഈ ആണൊരുത്തൻ എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞാൽ പോരല്ലോ, എന്നിട്ട് ഒന്ന് പിരികേറ്റി കൊടുക്കും. പിന്നെ ഫോൺ എടുത്ത് വെക്കുകയായി, വിളിച്ചിട്ട് കിട്ടിയില്ല, 4 തെറി പറഞ്ഞു, വോയിസ് മെസ്സേജ് അയച്ചു, അത് റെക്കോർഡുമായി അങ്ങോരെ അത് ഗ്രൂപ്പിലിട്ടു. അതിനെ ചൊല്ലി കുട്ടികൾക്ക് ഒക്കെ അതിൻ്റെ ഈ നമ്മുടെ വിവരക്കേട് എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇത് കുട്ടികൾ സഹിക്കണം എന്നറിയാം. അവർക്ക് പോലും അവരുടെ ജീവിതത്തെ കുത്തുവാളയെടുപ്പിക്കുന്ന വിധത്തിലേക്ക് ആക്കുന്നു. എന്തിനാണ് ഇതൊക്കെ? അതുകൊണ്ട് അമാനിത്വം മാനിയല്ല എന്ന ഭാവം, അദമ്പിത്വം ദമ്പമില്ലായ്മ, അത് കർമ്മങ്ങളിൽ വിസ്തരിച്ച് പറഞ്ഞതാണ്. കർമ്മങ്ങളിലും ഇതേപോലെ തന്നെ നമുക്ക് ഒന്ന് ബുദ്ധിപരമാണെങ്കിൽ മറ്റത് കർമ്മപരം എന്ന് പറയാം. ദമ്പമില്ലായ്മ എന്നുള്ളത് കർമ്മപരമാണ്. തിരുത്താൻ നമ്മൾ തയ്യാറാവുക. ഇപ്പോൾ ഈ പാലക്കാടൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, ഈ സദ്യയിൽ ഈ ഇലയിൽ ഓരോ സാധനങ്ങൾ വിളമ്പും. എല്ലായിടത്തും ഉണ്ട്, പക്ഷേ പാലക്കാടൊക്കെ അത് വളരെ സ്ട്രിക്റ്റാണ്. ഇപ്പോൾ ഈ അച്ചാർ, ഈ തോരൻ, പച്ചടി, കിച്ചടി എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഇലയിൽ വിളമ്പുന്ന സ്ഥലമുണ്ട്. ഈ സ്ഥലം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ എണീറ്റ് ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോകുന്ന ചില കാരണവന്മാരൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ലവന്മാർ. അപ്പോൾ അവരോട് അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എവിടെ വിളമ്പിയാൽ എന്താ ചേട്ടാ, തിന്ന് എണീറ്റ് പോ എന്നൊക്കെ പറഞ്ഞാലോ, ക്ഷമിക്കണം അങ്കിൾ, എനിക്കറിയില്ല, ഞാൻ ഇതൊന്നും പരിചയമുള്ള ആളല്ല. ഇങ്ങനെ വേണം അല്ലേ അങ്കിൾ? സന്തോഷം, ക്ഷമിക്കണേ, തെറ്റ് പറ്റിപ്പോയതാ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇതുണ്ടാവുമ്പോൾ സെക്യൂരിറ്റി പറയുന്നു വണ്ടി പാർക്ക് ചെയ്യാൻ. സാറേ ഇവിടെ പാർക്ക് ചെയ്യരുതേ, അവിടെയാണ്. എന്താ ഇവിടെ പാർക്ക് ചെയ്താൽ? എന്താ നിനക്ക് എന്താ ഇവിടെ പാർക്ക് ചെയ്താൽ? ഞാൻ ഇവിടെ പാർക്ക് ചെയ്യും. നീ എന്താ ചോദിച്ചാൽ അവൻ എന്ത് ചെയ്യാനാ പാവം? അവനെന്ത് ചെയ്യാനാന്ന് വെച്ചാൽ അവന് അവിടുത്തെ ആളുകളുടെ അടുത്ത് നിന്ന് നല്ലോണം കേൾക്കും, എന്നിട്ട് അവനെ പറഞ്ഞു വിടും, അവൻ്റെ ജോലി പോകും. ഇത്ര തന്നെ. അതാണ് നമ്മളെ കൊണ്ട് ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഉപകാരം. എന്തിനാ അയാളോട് തർക്കിക്കാൻ നമ്മൾ നിൽക്കണം? ഒന്ന്, അയാൾക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്കും അയാളെ അറിയില്ല. ആകെ നിങ്ങൾ അപ്പോൾ വന്നപ്പോൾ കണ്ടതാണ്. അയാളെ അവിടെ നിർത്തിയത് തന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യരുത് എന്ന് പറയാനാണ്. എന്താ അവിടെ പാർക്ക് ചെയ്താൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം അയാൾ പറയും, ഇന്നതാണ്, ഇന്നൊരു വണ്ടി വരാനുണ്ട്, ഇന്ന് ആളുടെ ഓണറുടെ വണ്ടി ഇടാനുള്ള സ്ഥലമായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അവിടെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും അവർക്ക്. അതാണല്ലോ.
സാറേ ഇതല്ല പാർക്കിങ്, ഇതിൻ്റെ പാർക്കിംഗ് ഇന്നതാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മുടെ എന്നിട്ട് ഇതിലേറ്റവും വലിയ കോമഡി എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പിരിച്വലാണ് ഇവരൊക്കെ. ഇങ്ങനെയുള്ള ആളുകളോടാണ് അടികൂടുക. സ്പിരിച്വാലിറ്റിയുടെ ഇത് എവിടെയെങ്കിലുമൊക്കെ നടപ്പാക്കണ്ടേ? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ അമാനിത്വം അദമ്പിത്വം ഒക്കെ നമ്മളിൽ എത്രയുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് സദാസമയം നമ്മുടെ ചുറ്റുമുണ്ട്. അതിനോട് എങ്ങനെയാണ് നമ്മുടെ പ്രതികരണം? അമാനിത്വം അദമ്പിത്വം അഹിംസ നമ്മൾ പഠിച്ചു. ഹിംസിക്കാതെ വാചികമായിട്ടും കായികമായിട്ടും എല്ലാ നിലയിലും ക്ഷാന്തി, ക്ഷമ, സമാധാനം, ആർജവം, വക്രതയില്ലായ്മ, സരളത, ആചാര്യോപാസനം, ഗുരു എന്ന ഒരു സാന്നിധ്യം, ശൗചം വിസ്തരിച്ച് നമ്മൾ കണ്ടു. മനഃശൗചം, ശരീരശൗചം, വാക്ശൗചം, കർമ്മശൗചം, മനഃശൗചം, കുലശൗചം. സ്ഥൈര്യം, സ്ഥിരത. എന്താ ഈ സ്ഥിരത? ഒരു സ്ഥിരത ഉണ്ടാവുക. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നിനും ഒരു സ്ഥിരതയില്ല. നമ്മൾ പറയുന്നത് തന്നെ ഉണ്ട്, മലയാളത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, സംസ്കൃതമാണ്. രാമകൃഷ്ണദേവൻ പറയും, കിണറിന് വേണ്ടി ഒരുത്തൻ ഭൂമി കുഴിക്കണം എന്ന് പറഞ്ഞു. കുറച്ച് കുഴിച്ചു, പിന്നെ മുപ്പത് അത് മതിയാക്കി, വെള്ളം കിട്ടില്ല എന്നുണ്ട്. അടുത്തത് കുഴിച്ചു, ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുക. ഈ കുഴിക്കുന്ന ഒരിടത്ത് കുഴിച്ചാലോ വെള്ളം കിട്ടും. എന്തിനും ഒരു സ്ഥിരതയില്ല. എന്ത് കാര്യത്തിലോ ഇറങ്ങി 2 ദിവസം കഴിഞ്ഞു. ഈ സ്ഥിരത നമുക്കില്ലാത്തതുകൊണ്ട് വീട്ടിലിങ്ങനെ പല സാധനങ്ങളും ഉണ്ട്. അനാവശ്യമായി മേടിച്ച് കൂട്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണും. പരസ്യമൊക്കെ കാണുമ്പോൾ ഞാനും ഇത് ഉപയോഗിക്കും എന്നൊക്കെ തീരുമാനിക്കും. എന്നിട്ടിപ്പോൾ എന്താ? ഈ വാക്യൂം ക്ലീനർ പൊടി പിടിച്ച് കിടക്കുന്ന പോലെ പൊടിയെടുക്കാൻ വേണ്ടി മേടിച്ച സാധനമാണ്. ഇപ്പോൾ കട്ടിൻ്റെ അടിയിൽ പൊടി പിടിച്ച് കിടക്കുക. ഇനി അതിൻ്റെ പൊടി എടുക്കണമെങ്കിൽ വേറൊരു വാക്യൂം ക്ലീനർ വേണം. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാം. അത് അല്ലെങ്കിലും അത് ശരിയില്ല, ഇത് മാറ്റണം, അത് ഇടണം, അത് ഇതാക്കണം. ഇപ്പോൾ എന്താ, ഒരു റോബോട്ടുണ്ട് ക്ലീൻ ചെയ്യുന്ന. അതാകുമ്പോൾ അത് പ്രോഗ്രാമൊക്കെ ചെയ്ത് കൊടുത്താൽ മതി, അതങ്ങനെ പോയിക്കോളും. ഇപ്പോൾ അത് മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിപ്പോൾ ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അതെവിടെയോ ഉണ്ട്, ചാർജർ വേറെ എവിടെയോ ഉണ്ട്. അതിങ്ങനെ പോകുമ്പോൾ വീട്ടിലെ നായ ഉണ്ടായിരുന്നു, ഇവനത് ആയിട്ട് കളിച്ചു കുറച്ച് സമയം. അതായിരുന്നു പണി. അപ്പം അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയോ ഉണ്ട് എന്നാണ് പറയണത്. അപ്പോൾ പഴയതുപോലെ തന്നെ ആരോ വരും, അടിച്ചു വരും, തുടയ്ക്കും പോകും. എന്നാൽ പിന്നെ അത് ചെയ്താൽ പോരെ ആദ്യം മുതലേ? അവർക്ക് എന്തെങ്കിലും ഒരു വരുമാനമാവും. ഇവരെയൊക്കെ കുറ്റം പറഞ്ഞിട്ടാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞത്. സ്ഥിരത ഒന്നിനുമില്ല. അവനവനിലില്ലെങ്കിൽ അവനവനുമായിട്ട് ബന്ധപ്പെട്ടതിലൊന്നും ഉണ്ടാവില്ല. പല സാധനങ്ങൾ മേടിച്ച് കൂട്ടി എണ്ണം കൂട്ടി വെക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമുക്ക് സ്ഥിരത ഇല്ലാത്തതുകൊണ്ടാണ്. പല സാധനങ്ങൾ നമുക്ക് വീട്ടിൽ കാണാം. ചിലതൊന്നും പാക്കറ്റ് പോലും തുറന്നിട്ടുണ്ടാവില്ല. ധാരാ മേടിച്ചു കൊണ്ടച്ചത് ഇവിടെ എന്ന് ചോദിക്കും ചിലപ്പോൾ. ഞാൻ എപ്പോൾ മേടിച്ചതായത്? നീയല്ല അന്ന് ലുലുവിന് ഇപ്പോൾ മേടിച്ചത്, ലുലുവിൻ്റെ ഉദ്ഘാടന സമയത്ത്. ശരിയാ. അപ്പോൾ അത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞതല്ലേ, പിന്നെ അതെങ്ങനെ എത്തി? നീ തന്നെയാണ് വേണമെന്ന് പറഞ്ഞത്. ആർക്കെങ്കിലും കൊടുക്കുക, അങ്ങനെ വെറുതെ കൊടുക്കുകയൊന്നും വേണ്ട. എന്നാ അങ്ങനെയെങ്കിലും ചെയ്യോ? അതുമില്ല. സ്ഥിരത, സ്ഥൈര്യം, ആത്മവിനിഗ്രഹ, ആത്മസംയമനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കാം നമുക്ക് നാളെ. ഇന്നൊരു റിവിഷനും കൂടി ആയിട്ടാണ് ഇതെല്ലാം പറഞ്ഞത്. ബാക്കി നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.